ചേട്ടാ, ഈ പ്രാങ്ക് ഷോകൾ അതിരുവിടുന്നു എന്നുള്ളൊരു പരാതി വളരെ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇക്കഴിഞ്ഞ ദിവസം RJ അഞ്ജലി എന്ന് പറയുന്ന ഒരു യൂട്യൂബറും സുഹൃത്തായ നിരഞ്ജനയും ഒരു ബ്യൂട്ടി പാർലറിലെ ഒരു സ്ത്രീയെ വിളിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ മെഹന്തി ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അത് ഒരു കളിയാക്കാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പ്രാങ്കായിട്ടാണ് പറഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതൊരു വിവാദമാവുകയും സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് നേരെ ഒരു സൈബർ അറ്റാക്കും അതിനെ തുടർന്ന് ഇവർക്ക് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രാങ്ക് ഷോകളെ നിലയ്ക്ക് നിർത്തേണ്ട ഒരു കാലമല്ലേ? ഈ RJ അഞ്ജലിക്ക് ഒരു മലയാള സിനിമയിൽ അവസരം ലഭിച്ചപ്പോൾ ആ സിനിമയുടെ പേരെന്താ അറിയുമോ? സ്വകാര്യം സംഭവബഹുലം. അങ്ങനെയാണ് ആ സിനിമയുടെ പേര്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വകാര്യ ഭാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അഞ്ജലി ഇപ്പോൾ എയറിൽ കയറി പറക്കുകയാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും കമൻറ്റ്. ഞാൻ ആ വീഡിയോ പൂർണ്ണമായിരുന്നു കണ്ടു. അതിൽ അഞ്ജലി അല്ല അവരോട് ഈ വാക്ക് പറഞ്ഞത്. നിരഞ്ജന എന്ന് പറയുന്ന കൂടെ ഇരിക്കുന്ന സുഹൃത്ത് എന്ന് അറിയപ്പെടുന്ന ആ കുട്ടിയാണത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിന് RJ അഞ്ജലി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു വിഷയം ഉണ്ടാക്കുക, മാപ്പ് പറയുക, രക്ഷപ്പെടുക എന്നുള്ളത് ഈ പ്രാങ്ക് വീഡിയോയുടെ കാര്യത്തിൽ അത് നമുക്കിനി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് നേരത്തെ തന്നെ ഉത്തരേന്ത്യയിൽ വ്യാപകമായിരുന്നു. ഏതാണ്ട് 2019 മദ്രാസ് ഹൈക്കോടതി ഇത്തരം പ്രാങ്ക് വീഡിയോകൾക്ക് ലിമിറ്റ് കൊണ്ടുവന്നു. നിയന്ത്രണം വേണമെന്ന് അവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്ന് അതിനുശേഷം അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കേസാണ് കോവൈ 360 എന്ന് പറയുന്ന ഒരു പ്രാങ്ക് വീഡിയോസൊക്കെ സ്ഥിരമായി വരുന്ന ഒരു ചാനലിനെതിരെ ഉണ്ടായിട്ടുള്ള കേസ്. അതുപോലെ നടപടി നേരിട്ടവരാണ് ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയി അവരെ പ്രാങ്കാക്കുക. അതായത് അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ശൈലി ലൈംഗികതയായിരിക്കും. ഒന്നുകിൽ സ്വകാര്യതയിൽ ഇടിച്ചു കയറുക, അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഈ പറയുന്ന ആളും ഈ വന്ന ആളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നിരിക്കുകയാണ് പ്രാങ്ക് വീഡിയോയുടെ പേരിൽ ഇത്തരം പരിപാടികൾ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഇതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇത് നേരത്തെയൊക്കെ ഇത് മലബാർ മേഖലയിലൊക്കെ കൈകാര്യം ചെയ്തതാണ്. മലബാർ മേഖലയിൽ കുട്ടികളെ ഒളിപ്പിച്ചിരുത്തിയിട്ട് അതൊരു പ്രാങ്ക് വീഡിയോ ആക്കി. അവർക്കെതിരെ പോലീസ് കേസെടുത്തു. അതുപോലെ തന്നെ 1-2 പ്രാവശ്യം മലബാർ മേഖലയിൽ അടി കൊടുക്കാൻ കാര്യം പ്രായമുള്ളവരതൊക്കെ പോയി ഇത്തരം പരിപാടികൾ കാട്ടിക്കൂട്ടുക. ഇപ്പോൾ RJ അഞ്ജലിയുടെ കാര്യത്തിലും നിരഞ്ജനയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അവരെ അധിക്ഷേപിച്ചത് ഒരു ജോലിയാണ്. അവിടെ എന്താ പറയുക, അവരുടെ പ്രാങ്ക് വീഡിയോയുടെ തമാശയല്ല, ഒരു ജോലിയെ അധിക്ഷേപിക്കുക, ഒരു തൊഴിലിനെ അധിക്ഷേപിക്കുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാലും ഒരുമാതിരിയൊക്കെ കേട്ടോണ്ടിരിക്കുക. നമ്മുടെ ജോലിയിൽ ഇഷ്ടംപോലെ കമൻറ്റുകളും തെറിവിളിയൊക്കെ വരാനും സാധ്യതയുള്ള ജോലിയാണ്. കാരണം എല്ലാ വാർത്തകളും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പല സ്വഭാവമുള്ളവരാണ്. ഇപ്പം എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് ഇപ്പുറത്ത് നമ്മൾ അനുകൂലിക്കുന്നവരെ, അല്ലെ നമ്മൾ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള ധാരാളം പേരുണ്ടാകും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ വരും. ചില സമയത്തൊക്കെ ജേർണലിസ്റ്റുകളെ വളരെ മോശം രീതിയിൽ അപമാനിക്കാറുണ്ട്. അതിൽ ചില വാക്കുകളൊക്കെ ഈ മാപ്രാന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെ ഫുൾ ഫോം നോക്കിയ മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെയാണ്. പക്ഷെ അതല്ലായിരിക്കും അർത്ഥം, അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അതിൻ്റെ അർത്ഥം ഫുൾ ഫോം നോക്കുമ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ അപമാനിക്കും. പക്ഷേ ഒരാൾ എന്ത് തൊഴിൽ ചെയ്താലും, എന്ത് തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത എന്ത് തൊഴിൽ ഒരാൾ ചെയ്താലും ആ തൊഴിലിനെ അപമാനിക്കാൻ നിൽക്കാൻ പാടില്ല. ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു വരായിക പറഞ്ഞുതരാം. കുറച്ചുകൂടെ പോകുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയയെ മാനേജ് ചെയ്യാൻ അറിയാം. RJ അഞ്ജലിക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ അറിയാം. RJ അഞ്ജലി അതുകൊണ്ടാണല്ലോ ഇവിടെ വരെ എത്തിയത്. അവരൊരു കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ TV കാണാൻ സൗകര്യമില്ല എന്നിരിക്കെ, ഹോസ്റ്റലിൽ അങ്ങനെ TV അനുവദിച്ച് കൊടുക്കാറില്ല. അപ്പോൾ കൂടുതലായി ഈ റേഡിയോ ജോക്സൊക്കെ കേട്ട്, അല്ലെങ്കിൽ ഈ FM റേഡിയോ ഒക്കെ കേട്ട് അതൊരു ഘട്ടത്തിലാവണം എന്നാഗ്രഹിച്ച് വന്നവരാണ് എന്നാണ് അവർ മുമ്പൊരു തവണ പറഞ്ഞിട്ടുള്ളത്. അവർക്കതുകൊണ്ടൊരു സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നന്നായി അറിയാവുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നാളെ കുറച്ച് ഇതുകൂടെ കഴിയുമ്പോൾ, അതായത് ഇപ്പോഴും ആ ആളിക്കത്തിയ തീ അണഞ്ഞിട്ടില്ല,
പല മലയാളികൾക്കും അതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്. മാപ്പ് പറഞ്ഞല്ലോ, ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നവരുമുണ്ട്. ചിലരുടെ ഉള്ളിൽ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാര്യം പല തരത്തിൽ ഇതിനോട് വിയോജിക്കുന്നവരുണ്ട്. ഈ പ്രാങ്ക് ആക്കുക എന്ന് പറയുന്നത്, ഇത് ഗൂഗിൾ ഫോമിൽ ആരെങ്കിലും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുകയും അതിൽ നിന്ന് ഇവർ സെലക്ട് ചെയ്ത് വിളിക്കുകയും ചെയ്തതാണ്. നമുക്കൊരു തമാശയായിട്ട് എടുക്കാം. പക്ഷേ ഒരാളുടെ സ്വകാര്യത, വ്യക്തിത്വം, അയാളുടെ ഐഡൻറ്റിറ്റിയെ പോയി ജോലിക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം അതൊക്കെ വേണം. ആ ഒരു ജോലി, അയാൾ ചെയ്യുന്ന ജോലിയോടൊക്കെയുള്ള ഒരു ബഹുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കണം. ഇവർ ചെയ്തത് ആ സ്ത്രീയെ നല്ല രീതിയിൽ അപമാനിച്ചു. അത് ഒരു തവണ കട്ട് ചെയ്തിട്ട് പോയിട്ട് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അവർ മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. അവരോട് ആദ്യമേ പറഞ്ഞു കാലിൽ മെഹന്തി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സ്വകാര്യ ഭാഗത്ത് ഇത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യവും അവരോട് പറഞ്ഞു. അന്നേരമാണ് ആ സ്ത്രീ അത് കട്ട് ചെയ്ത് പോയത്. ജോലിയെ വളരെ മോശം രീതിയിൽ അപമാനിക്കുകയാണ്. അതായത് അവരോട് അതിൻ്റെ ഒരു വശമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ തോന്നുന്നു, എന്നെ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ ജോലി വെച്ചിട്ട് എന്നോട് അയാളുടെ പിൻഭാഗം കഴുകി കൊടുക്കാൻ പറയുന്നതിന് തുല്യമല്ലേ? ആ രീതിയിൽ തോന്നത്തില്ലേ? എൻ്റെ ജോലി വെച്ചിട്ട് നീ ഈ ജോലി ചെയ്യുമോ? അവർ വ്യക്തിപരമായിട്ടൊരു ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നാളെ വരാൻ പോകുന്ന സാധനം വളരെ തന്ത്രപരമായിട്ട് ആ സ്ത്രീയുടെ ഒരു ഓഡിയോ പുറത്തുവിടും. എനിക്ക് അഞ്ജലിയോട് ദേഷ്യമൊന്നുമില്ല, ഞാൻ ആ സമയത്ത് അത് അങ്ങനെ എടുത്തിട്ടുള്ളൂ, എനിക്ക് അഞ്ജലിയെ ഇഷ്ടമാണ്, അഞ്ജലി നല്ല പെർഫോമറാണ്, സോ അഞ്ജലിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, അഞ്ജലി ഈ ഫീൽഡിൽ തുടരണം, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ വന്നേക്കാം, വരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് വെച്ച് അവരുടെയൊക്കെ എന്താ പറയുക, നമ്മളെ വളരെ എന്താ പറയുക, ഈ ഞാൻ മുമ്പൊക്കെ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ചില ആളുകൾ കല്ല് കൊടുത്താലും അവർ കളറടിച്ചിട്ട് അവർ നമുക്ക് തന്നെ വിൽക്കുകയും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന കല്ലായിരിക്കും. അതായത് ഈ RJ അഞ്ജലി തന്നെ ഈ സാധനം അവർക്ക് നേരെ എറിഞ്ഞിരിക്കുന്ന കല്ലെടുത്ത് വളരെ മനോഹരമാക്കി മാറ്റി ഇത്രയും കാലം അവരെ അസഭ്യം പറഞ്ഞ് അല്ലെങ്കിൽ അവരെ തെറി വിളിച്ച മൊത്തം പേരെയും അവരനുകൂലമാക്കി മാറ്റും. ഇതൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്കത് നന്നായിട്ട് അറിയുന്ന ഏർപ്പാടുമാണ്. അവരവരുടെ മാപ്പപേക്ഷയിലെ വിശദീകരണം ശ്രദ്ധിച്ചായിരുന്നു. അവർ ആളുകളെ കയ്യിലെടുക്കാൻ ആളുകളുടെ ഇമോഷൻസിനെ കയ്യിലെടുത്ത് ഞാൻ ചെയ്ത തെറ്റിനെ ലഘൂകരിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മളെടുത്തത്. അവർ ചെയ്ത തെറ്റിനെ രണ്ടോ മൂന്നോ വാക്കുകൾ കൊണ്ട് ഒരു ലഘൂകരിച്ചുകൊണ്ട് മറ്റൊരു വിഷയം എടുത്തിട്ടു. ഞാൻ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ആളാണ്, ഒരുപാട് പേർക്ക് സഹായം ചെയ്യാനുള്ളത് അല്ല അഞ്ജലി നാട്ടുകാരെ ഇങ്ങനെ പറയുക, ഒരാളുടെ തൊഴിലിനെ അപമാനിക്കാൻ. ഞാനിവിടെ ഒരുപാട് പേർക്ക് സഹായം ചെയ്തു. ഞാൻ നാളെ എന്താ പറയുക, അഭിഷേകിന് ഞാൻ നാളെ എന്തെങ്കിലും ഒരു വീട് വെച്ച് തന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ രാവിലെ മീശമാധവൻ സിനിമയും കണ്ടിട്ട് അഭിഷേകിൻ്റെ വീട്ടിൻ്റെ വാതിക്കൽ വിഷുവിൻ്റെ അന്ന് രാവിലെ വരുന്നു. എന്നിട്ട് അഭിഷേകിനാണ് അവർ പറഞ്ഞ ഉള്ള ഒരു സാധനമായത്. ഞാൻ മീശമാധവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ആ രംഗം കണ്ടപ്പോഴാണ് എനിക്കങ്ങനെ അതൊരു കണ്ടൻ്റാക്കി വിളിക്കാൻ തോന്നിയതെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, അഭിഷേകിന് ഞാൻ ഒരു വീട് വെച്ച് തരികയും ആ വീട് പാലുകാച്ചിൽ വിഷുദിനത്തിലാണ്, ആ വിഷുദിനം നടക്കാതിരിക്കെ രാവിലെ കണിയാണനിറങ്ങുന്ന അഭിഷേകിനെ ഞാൻ വന്ന് ഇതുപോലെ കാണിക്കുന്നു. അതായത് അവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ ഇവരെന്താണ് ചെയ്തത്, ഇത്രയും വലിയ ചെറ്റത്തരം എന്തിന് നീ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ അഭിഷേകിന് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണിത്. അതിലൂടെ മറ്റൊരു സഹായമായിട്ടാണ് അങ്ങനെ എടുക്കേണ്ടതുള്ളൂ. ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നു. അഭിഷേകിന് ഞാൻ സഹായം ചെയ്തുകൊണ്ടാണ് അഭിഷേകിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഞാൻ ഈ പരിപാടി കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എൻ്റെ ന്യായീകരണമല്ലല്ലോ. അല്ല, ഒരിക്കലും ന്യായീകരണമല്ല. ഇവിടെ പലരും ചെയ്യുന്ന ഏർപ്പാടുകളുണ്ട്. ഈ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് സഹായം ചെയ്യും, എന്നിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ വാരി വലിച്ചിട്ടിട്ട് പിന്നെ അവർ ചെയ്യുന്നതെല്ലാം ഇത് വെച്ച് മറയ്ക്കാൻ നോക്കും, ബാലൻസ് ചെയ്യാൻ നോക്കും. മറയ്ക്കുകയല്ല, ബാലൻസ് ചെയ്യും. അപ്പോൾ കുറേ പേര് വന്നിട്ട് അവരെയും പിന്തുണയ്ക്കാൻ വരും. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം, നാളെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇവർ കൊണ്ടുവരും. ഇപ്പോൾ ഈ ചർച്ച അറിയുന്നെങ്കിൽ കേട്ടെങ്കിൽ അവർ അത് കൊണ്ടുവരില്ല, അല്ലെങ്കിൽ അവരത് കൊണ്ടുവരും. അവരത് കൊണ്ടുവന്ന് ഉപയോഗിക്കും. മുമ്പ് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടുത്തെ ഒരു MLA ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയെ
വളരെ കാര്യമായി തെറി പറഞ്ഞിട്ട് ആ കുട്ടിയെ വളരെ തന്ത്രപൂർവ്വം പോയി കൈകാര്യം ചെയ്യാതെ എന്നെക്കൊണ്ട് ആ MLA മാമ എന്നൊക്കെ വിളിപ്പിച്ച് വളരെ സ്നേഹപൂർവ്വം ഇത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ നല്ല ഐഡിയ ആണ്. പക്ഷേ ഇപ്പോഴും ആ സ്ത്രീ കാണാമറയത്താണ്. ഇവർ പറയുന്നുണ്ട് ഇവർ ആരുടെയും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല, ഒരു പേരുവിവരവും പറയുന്നില്ല. പക്ഷേ ഇവരുടെ ചില കാര്യങ്ങൾ അതിരുവിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, എൻ്റെ എന്തെങ്കിലും വളരെ പേഴ്സണലായിട്ടുള്ള ആവശ്യമായിട്ട് ഞാൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരിക്കും, ഞാനൊരു ICUവിൻ്റെ മുന്നിൽ നിൽക്കുകയായിരിക്കും. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അതിനുള്ളിൽ കിടക്കുകയായിരിക്കും. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയൊന്നും ആലോചിച്ചു. ഇവർ പറയുന്നു ഗൂഗിൾ ഫോം വഴിയാണ് ഇത് എടുക്കുന്നത്, നമ്പർ സെലക്ട് ചെയ്ത് ഞങ്ങൾ വിളിക്കുകയാണ്. ഈ നിൽക്കുന്ന ആൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നതെന്ന് അറിയണ്ടേ, ഏത് സാഹചര്യത്തിൽ ആ സ്ത്രീ ആ സമയത്ത് ഏത് സാഹചര്യത്തിലായിരിക്കും പറയാൻ പറ്റുമോ? ചിലപ്പോൾ ചില വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഫോൺ വരുമ്പോഴത്തേക്ക് കിച്ചണിൽ നിൽക്കുമായിരിക്കും, അപ്പോൾ എന്ത് ഇത് ലൗഡ് സ്പീക്കറിൽ കിട്ടും. അപ്പം വിളിക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കും. അവർ പറയുന്ന മൂന്നാമത്തെ ഡയലോഗ് ഇതാണെന്ന് അവരറിയുന്നില്ലല്ലോ. ചിലപ്പോൾ ബന്ധുക്കളോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇതിനൊക്കെയുള്ള സാധ്യതയില്ലേ? ഇതിനൊക്കെ ഒരു വിശാല അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് ചുറ്റും ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് എന്താ പറയുക, ഓരോരുത്തരുടെയും സന്ദർഭവും എൻ്റെ സാഹചര്യം ആയിരിക്കത്തില്ല അഭിഷേകിൻ്റെ സാഹചര്യം ആയിരിക്കത്തില്ല വേറൊരാളുള്ളത്. പലരും പല ഘട്ടത്തിലായിരിക്കും നിൽക്കുന്നത്, പല അവസ്ഥയിൽ നിൽക്കുന്നവരായിരിക്കും, പല സാഹചര്യങ്ങളിൽ നിൽക്കുന്നവർക്ക്. അവരെയൊക്കെ വിളിച്ചിട്ട് അവരെയൊക്കെ ചിലപ്പോൾ അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇവിടുത്തെ ഒരു നടൻ ഞാനൊരു സ്ക്രിപ്റ്റുമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തിന് ചിരിക്കുന്ന സിനിമകൾ ചെയ്യണം. ഞാൻ കൊണ്ടു ചെന്ന ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ മാന്യമായി എന്നെ വിളിച്ചിരുത്തി പറഞ്ഞു തന്നു, നീ കൊണ്ടുവന്ന ക്രൈം സംഭവം അതിന് ഒരുപാട് പിരിമുറുക്കമുണ്ട്, ആൾക്കാർക്ക് മുഴുവൻ പിരിമുറുക്കമാണ്, ആൾക്കാരെല്ലാം ബലം പിടിച്ച് കിടക്കുകയാണ്, ഒരുപാട് ടെൻഷനും പ്രഷറും ഒക്കെ അടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നീ ഭയങ്കര പിരിമുറുക്കമുള്ളൊരു സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. നീ ചിരിപ്പിക്കുന്ന ഒരു സാധനം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ കുറേ കാലമായിട്ട് തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടുത്തെ ഒരു നല്ല നടൻ എന്നോട് പറഞ്ഞു. നല്ലൊരു നടൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഒരു നല്ല സ്ക്രിപ്റ്റ് കൊണ്ടുപോകാം. ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇവർ ഒരുപാട് പേരെ ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ആ ചിരിപ്പിക്കുന്നതിൻ്റെ മറുവശത്ത് മറ്റൊരാളെ ദ്രോഹിക്കാൻ പാടില്ല. നമ്മൾ എന്താ പറയുക, ഇന്ത്യൻ ലോ ഒക്കെ പറയുന്നത് പോലെ കുറേ പേരെ എന്താ പറയുക ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിരപരാധിയെ പിടിച്ച് ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മാപ്പിൽ ആത്മാർത്ഥതയെക്കുറിച്ച് പോലും സംശയമുള്ളതുകൊണ്ടാണ്. നമ്മളൊരാളുടെ മാപ്പൊക്കെ കേൾക്കുമ്പോൾ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ആത്മാർത്ഥതയെ എന്താ പറയുക, ഒരു കളർജി കൊണ്ടുവരുന്ന ഇപ്പുറത്ത് ഞാൻ ചെയ്തതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് അതിനെ ചെറുതാക്കി വെച്ചിട്ട് ഞാനിപ്പം ഒരു സാധനം ചെയ്തു, ഒരു ക്രൈം ചെയ്തു, ഇതൊരു ക്രൈമാണ്, ഒരു ക്രൈം ചെയ്തു, ആ ക്രൈം ഞാനൊരു കുപ്പിക്കകത്തിട്ട് വെച്ചിരിക്കുകയാണ്, ആ കുപ്പി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു, അതിൻ്റെ അപ്പുറം ഞാൻ കുറേ നന്മകൾ ചെയ്ത ഒരു കുപ്പി ഇപ്പുറത്ത് വെക്കുന്നു, എന്നിട്ട് ആ കുപ്പി നല്ല കളർ ലൈറ്റ് കൊടുക്കുന്നു. നിങ്ങളുടെ കണ്ണിൻ്റെ ദൃഷ്ടിയുടെ ആദ്യത്തെ വരുന്ന ഇമേജ് ഏതായിരിക്കും? എൻ്റെ ഈ പറയുന്ന വർണ്ണാഭമായിട്ടുള്ള കുപ്പിയിലെ സാധനത്തെക്കുറിച്ച് വരത്തുള്ളൂ. അതാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. അഞ്ജലി പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നയാളാണ്, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി വളരെ കുറേ അധികം ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ പറയുന്ന പോലെ മാപ്പപേക്ഷയ്ക്ക് പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ അഭിഷേകിൻ്റെ വീട്ടിൽ വരും, അല്ല വിഷുവിന്, എന്നിട്ട് ഞാനും പറയും പക്ഷേ ഞാൻ വീട് വെച്ച് തരണം ഞാൻ അഭിഷേകിന്. അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കുറേ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുക, അതിനെ ലഘൂകരിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു ഇനി അടുത്ത സാധനം ഇതായിരിക്കും വരാൻ സാധ്യതയുണ്ട്. അവരുടെയൊക്കെ ബുദ്ധിയിൽ ഇതൊക്കെ വരുമല്ലോ, അവരുടെ ബുദ്ധിയിൽ വെറുതെ ഒന്നുമല്ലല്ലോ. ഇവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ മരണത്തെക്കുറിച്ച്, അതായത് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് എടുക്കേണ്ടതാണ്, ഓർമ്മയില്ലേ? ഒരു വലിയ ഹോസ്പിറ്റൽ നേഴ്സായിരിക്കെ അവിടെ കിടന്ന രാജകൊട്ടാരത്തിലെ അംഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് വിളിച്ചു ചോദിച്ചു. അവസാനം ആ നേഴ്സ് മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. പ്രാങ്ക് കോളായിരുന്നു. ഈ പറയുന്ന പോലെ ഒരു റേഡിയോയിൽ നിന്നും വിളിച്ച് അവരെ പ്രാങ്കാക്കിയതാണ്. അതാണ് കഥ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു മലയാളത്തിലൊരു അറിയപ്പെടുന്ന തല്ലുള്ളിയായൊരു പ്രാങ്ക് ചെയ്യുന്നൊരു യൂട്യൂബറിനെ കുറിച്ച് അയാളുടെ ജയിൽവാസവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തിരുന്നു. അതെ. ആ ഒരു
പോസ്റ്റുകൾ വളരെ വ്യാപകമായ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു. എന്നാൽ അതിന് താഴെ യാതൊരു കമൻറ്റും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല. പക്ഷെ പിന്നീട് മറ്റൊരു വിഷയത്തിൽ ഇയാൾ നമ്മളെ മോശമായിട്ട് കുറേ അധികം പോസ്റ്റുകളിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കൊക്കെ വളരെ ബുദ്ധിയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അപ്പം നമ്മളൊരു വിഷയത്തെ അവതരിപ്പിച്ചു, ആ വിഷയത്തിൻ്റെ എന്താണ്, അതിൻ്റെ വിഷയത്തിൻ്റെ കുഴപ്പം, നിങ്ങൾ ചെയ്തത് എന്താണ്, അതിനെ ഒരു എന്താ പറയുക വിശാല അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചു, ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും മിണ്ടത്തില്ല, കുറേ കഴിയും, ടൈം എടുക്കും, എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അടുത്ത കാർഡിറക്കും, അവർ ഇമേജ് ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കിടന്ന് ആഞ്ഞടിക്കുന്ന തിരയിൽ കിടന്നിട്ട് നീന്താൻ അവർ നോക്കില്ല. ഒന്ന് തിര ശാന്തമാകാൻ വേണ്ടി അവിടെ നിൽക്കും. തിര ശാന്തമാകുമ്പോൾ മറ്റേ ഓടിയോ വരും, അടുത്ത ഓടിയോ വരും. ആ ഓടി വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചെന്നിട്ട് എന്താ പറയുക, അയ്യോ ഞങ്ങൾ ഒരുപാട് പേര്, ഈ പറയുന്നവരെല്ലാം തിരിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് തെറ്റുപറ്റിപ്പോയി എന്ന് പറയില്ല, അങ്ങനെ ഞങ്ങൾക്ക് അന്നേ മനസ്സിലായിരുന്നു. അവരതിൻ്റെ അടുത്ത കളവർക്ക് അവരായിരിക്കും ആദ്യത്തെ തെറി വിളിച്ച അഞ്ജലിയെ ആദ്യത്തെ തെറി വിളിച്ച അവരായിരിക്കും. അവരൊന്നും പറയും എനിക്കിത് അന്നേ മനസ്സിലായിരുന്നു. ഇതൊക്കെ ചില എന്താ പറയുക, ഇത് നമ്മൾ വിളിച്ചു പറയാൻ അപ്രിയ സത്യങ്ങളാണ്. ഞാനീ പറഞ്ഞതിൽ കൂടുതലും അപ്രിയ സത്യങ്ങളാണ്. അത് പലർക്കും പറയാൻ എന്താ പറയുക മടിയാണ്. കാരണം പെട്ടെന്ന് കല്ലേറ് കയറി വരും. ആ കല്ലേറ് താങ്ങാൻ ഭയന്നിട്ട് നമ്മുടെ ഈ പറയുന്ന പോലെ ചില ആളുകളുടെ ഈ പറയുന്ന എന്താ പറയുക ഈ ഗിമിക്കുകളെ നമുക്ക് പറയാൻ പാടാണ്. ചിലരെയൊക്കെ നമുക്ക് മനസ്സിലാവും, ഇത് എന്തൊരു ഗിമിക്കാണ് കാണിക്കുന്നതെന്ന് വിചാരിക്കും. ഒരു വലിയ നേതാവുണ്ട്, ഒരു നേതാവ് ആരാണെന്ന് പറയുന്നില്ല, ആരെ കണ്ടാലും പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ്. ആരെ കണ്ടാലും പുള്ളി ഭയങ്കര സ്നേഹത്തോടെ പ്രകടിപ്പിക്കുക. അതേ സെക്കൻഡിൽ പുള്ളി അവിടുന്ന് അങ്ങോട്ട് ഈ സ്നേഹം കാണിച്ച് അവിടുന്ന് ഒരു പടി അങ്ങോട്ട് ചവിട്ടി കഴിഞ്ഞാൽ, ഇപ്പോൾ പുള്ളി നിൽക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസിലാണെന്ന് വെച്ചു, ആ നിന്ന ആളോട് ഭയങ്കര സ്നേഹം കാണിക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് പുള്ളിക്ക് ഇത് ആരാണെന്ന് പോലും അറിയത്തില്ലായിരിക്കും. ഇവർ വന്ന് കാര്യം പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടു, ഇതൊരു ഗിമിക്കാണ്. അതുപോലെ എന്തായാലും നിങ്ങൾ ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റാണ്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഗുണപ്പെടും. അല്ലാത്ത പക്ഷം ഇനി നാളെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ട് ഞാനിങ്ങനെ ആൾക്കാർക്കൊക്കെ സഹായിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുക. എന്തായാലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശരി.